കിച്ചണിൽ ഒരുപാട് ജോലികൾ ഒരേ സമയം ചെയ്യുന്നവരാണ് സ്ത്രീകൾ. അതിൻ്റെ ഇടയിൽ അടുപ്പിൽ പാല് കാച്ചാൻ വെച്ചതിന് ശേഷം അത് തിളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കി നമ്മളിങ്ങനെ ഒരു നിൽപ്പുണ്ട്. എന്നാൽ അത് തിളച്ച് പൊന്താനാവുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നമ്മുടെ ശ്രദ്ധ മാറുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് ഈ പാല് പതഞ്ഞ് പൊങ്ങി പുറത്ത് ചാടി ആ സ്റ്റൗവും അതിൻ്റെ ആ ചുറ്റുമുള്ള ഏരിയയും മൊത്തം നശിപ്പിക്കും. എന്നാൽ ഇത് കണ്ടുകൊണ്ട് കയറി വരുന്ന മറ്റൊരാൾ നമ്മളെ വിമർശിക്കും, നീ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു ഇതുവരെ. സത്യത്തിൽ നമ്മൾ ആ സമയം അത്രയും കിച്ചണിൽ നിന്നെടുത്ത ഒരു വർക്കും നോട്ടീസ് ചെയ്യാതെ ഇങ്ങനെ ഒരു സംഭവം മാത്രം നോട്ടീസ് ചെയ്ത് നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു വലിയ ഭാരമുണ്ട്. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ എടുക്കുന്ന എഫേർട്സ് ഇല്ലാതാവുന്നില്ല. പക്ഷേ മനുഷ്യർ പലപ്പോഴും അത് ഇഗ്നോർ ചെയ്യുകയാണ്. എറേഴ്സ് ആർ നോട്ടീസ്ഡ് ബട്ട് എഫേർട്സ് ആർ ഇഗ്നോർഡ്. അത് മനുഷ്യൻ്റെ ഒരു ശൈലിയാണ്. അധ്വാനിയായ ഒരു മനുഷ്യൻ വലിയ ഒരു പാറ തൻ്റെ വലിയ ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന തിരക്കിലാണ്. ഒരുപാട് തവണ അദ്ദേഹം ഈ പാറ പൊട്ടിക്കാനായിട്ട് തൻ്റെ ശ്രമം തുറന്നുകൊണ്ടേയിരുന്നു. ക്ഷീണിതനായി അദ്ദേഹം ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. തന്നെ സഹായിക്കാൻ എന്നോളം ഒരാൾ ഓടിയെത്തി. അദ്ദേഹം ആ ചുറ്റിക വാങ്ങി 4-5 തവണ അടിച്ചപ്പോഴേക്കും ആ പാറ പിളർന്നു. കൂടെ നിന്നവരെല്ലാം ഓടിയെത്തി ആ ചുറ്റിക കൊണ്ട് പാറ പൊട്ടിച്ച ആ വ്യക്തിയെ വാനോളം പുകഴ്ത്തി. കാരണം അദ്ദേഹം അടിച്ചിട്ടാണല്ലോ പാറ പൊട്ടിയത്. എന്നാൽ കഴിഞ്ഞ 1-2 മണിക്കൂർ ഈ പാറ പൊട്ടിക്കാനായിട്ട് അക്ഷീണം പരിശ്രമിച്ച് തളർന്നിരുന്ന ആ മനുഷ്യനെ ആരും കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ എഫേർട്സ് ആരും നോട്ടീസ് ചെയ്തില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഇങ്ങനെയാണ്. വ്യക്തികളിലും കുടുംബത്തിലും ഒക്കെ നമ്മൾ നല്ലവരായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എല്ലാവരും ഓക്കെയാണ്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ കൊടുക്കുന്ന സ്നേഹമോ കരുതലോ സഹായമോ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ കുറവ് വരുത്തുകയോ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധാരണയോ തെറ്റുകളോ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ അത്രയും നാളും ചെയ്ത എല്ലാ കാര്യങ്ങളും ഇഗ്നോർ ചെയ്യുന്ന ഒരു കൂട്ടരാണ് മനുഷ്യർ. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, നമ്മളുടെ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കണം. റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ എടുക്കുന്ന എഫേർട്സ് ഒന്നും തന്നെ നഷ്ടമാകുന്നില്ല. എന്നെങ്കിലും ഒരിക്കൽ നമ്മളെടുത്ത എല്ലാ എഫേർട്സിനുമുള്ള ഒരു റിവാർഡ് നമുക്ക് ലഭിക്കും. ആ പ്രതീക്ഷയോടെ നമ്മുടെ ശ്രമങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുക. വിഷ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു.